ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആം വ്ളോഗ്സ്. ഇന്നൊരു ഡേ ഔട്ട് വ്ളോഗാണ് കേട്ടോ. മെയിനായിട്ട് ഇന്ന് സിസിൻലോൻ്റെ +1 അഡ്മിഷനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനും ഇൻലോസും കൂടെ വന്നതാണ്. അപ്പോൾ രാജാസിലാണ് അഡ്മിഷൻ എടുത്തത്. ഒരു പ്രകൃതി രമണീയമായ സ്കൂളാണ് കേട്ടോ ഇത്. ഇവിടെ വെച്ചിട്ട് ഞാൻ എന്നെ +1 പഠിപ്പിച്ച സുവോളജി ടീച്ചറെ കണ്ടുട്ടോ. പക്ഷെ സംസാരിക്കാനൊന്നും പറ്റിയില്ല. ഇവിടുത്തെ അഡ്മിഷൻ പ്രൊസീജിയറും പാരൻസിനെയും കുട്ടികൾക്ക് കണ്ടപ്പോൾ ഞാൻ എൻ്റെ +1 അഡ്മിഷന് വേണ്ടി വന്നതാട്ടോ ഓർത്തത്. ഞാൻ എൻ്റെ ഉപ്പാൻ്റെ കൂടെയായിരുന്നു അഡ്മിഷന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് ടോക്കൺ നമ്പർ 60 കിട്ടിയത്. അപ്പോൾ ഞങ്ങൾ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു. വിചാരിച്ച പോലെ കുറേ ടൈമൊന്നും വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. വേഗം അഡ്മിഷൻ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ അഡ്മിഷൻ കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഈ സ്കൂളൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടു. നല്ല അടിപൊളി വൈബുള്ള സ്കൂളാണ് കേട്ടോ. ബിൽഡിങ്സ് ആയാലും സറൗണ്ടിങ്സ് ആയാലും എല്ലാം നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇതുപോലെ ഒരു ചെറിയ പോണ്ടൊക്കെ ഉണ്ട് കേട്ടോ ഈ സ്കൂളിൽ. അപ്പോൾ മഴക്കാലത്ത് കാണാൻ നല്ല ഭംഗിയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര മനോഹരമായ ഒരു സ്കൂൾ കാണുന്നത് കേട്ടോ. സ്കൂളൊക്കെ ചുറ്റിക്കറങ്ങിയ ശേഷം ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് പോവുകയാണ്. വീട് ഇവിടെ അടുത്താണ് കേട്ടോ, നടന്നു പോകാനുള്ള ദൂരമുള്ളൂ. അപ്പോൾ പോകുന്ന വഴിക്ക് എനിക്ക് ത്രെഡ് ചെയ്യാനുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഒരു ഫാമിലി സലൂണിലേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. സലൂണിലേക്കുള്ള സ്റ്റെപ്പ് കയറിക്കൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ ചെറുതായിട്ട് പ്ലാനൊന്ന് മാറ്റി. ആദ്യം എന്തെങ്കിലും കഴിച്ച ശേഷം നമുക്ക് സലൂണിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. സലൂണിൻ്റെ തൊട്ടടുത്തായിട്ടാണ് പ്ലാനറ്റ് കഫേ വരുന്നത്. അപ്പോൾ അവിടുന്ന് ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തു. ഒരു ചിക്കുവും പൈനാപ്പിളും പിന്നെ പേര് മറന്നു പോയിട്ടുള്ള ഒരു ജ്യൂസാണ് കേട്ടോ ഓർഡർ ചെയ്തത്. പിന്നെ ജ്യൂസൊക്കെ കുടിച്ച് കഴിഞ്ഞ ശേഷം ഞങ്ങൾ നേരെ സലൂണിലേക്ക് പോയി. അങ്ങനെ ഞാൻ അവിടുന്ന് ത്രെഡ് ചെയ്തു. നല്ല അടിപൊളിയായിട്ട് ത്രെഡ് ചെയ്തു കേട്ടോ. പക്ഷേ ഇവിടുത്തെ ത്രെഡിങ് ചാർജ് കേട്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയിട്ട്. വെറും 30 രൂപ മാത്രമേ ഇവിടെ ത്രെഡ് ചെയ്യാൻ വരുന്നുള്ളൂ. ഞാൻ പൊതുവേ ത്രെഡ് ചെയ്തിരുന്ന ഷോപ്പിലൊക്കെ 85+ ടാക്സ് ആണ് കേട്ടോ വന്നിരുന്നത്. അപ്പോൾ ഈ ചാർജ് കേട്ടപ്പോൾ ശരിക്കും ഷോക്കായി. ത്രെഡിങ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ വീട്ടിലേക്ക് നടന്നു പോവാണ്. ഇവിടുന്ന് ജസ്റ്റ് നടക്കാനുള്ള ദൂരം മാത്രമേ വരുന്നുള്ളൂ. വീട്ടിലെത്തിയപ്പോൾ പഴുക്കാനായിട്ടുള്ള കുറേ റംബൂട്ടാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പറിച്ചിട്ട് വീട്ടിൽ കയറി.